ഹലോ. അപ്പോൾ നമ്മുടെ പോത്തീസ് ഓണം പ്രമാണിച്ച് നല്ല പൂക്കളും വഞ്ചിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ സാരിയുടെ സെക്ഷനിലേക്കാണ് കേട്ടോ ആദ്യം പോയത്. നമുക്ക് ഒരു ധാവണി സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓണം സ്പെഷ്യലല്ല, ഒരു കല്യാണമുണ്ട് റിലേറ്റീവിൻ്റെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം വെറുതെ ഒന്നും സാരിയുടെ സെക്ഷനൊക്കെ ഒന്ന് നോക്കി. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. ഓണം സ്പെഷ്യൽ ഓഫറുകളൊക്കെ ഉണ്ട്. ഈ ഒരു സാരിയൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ഡിസൈൻസും നല്ല സിൽക്കി ആയിട്ടുള്ള സാരിയാണ്, നമുക്ക് ഉടുക്കാനൊക്കെ സുഖമുണ്ടാകും. അപ്പം ഞങ്ങൾ സാരിയുടെ സെക്ഷൻസൊക്കെ ഒന്ന് ഓടിച്ചൊക്കെ നോക്കി. കുറേ വെറൈറ്റി സാരീസും പട്ട് സാരികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള സാരികൾ. ഓണത്തിന് തിരക്ക് അത്യാവശ്യമുണ്ട് കേട്ടോ. പിന്നെ അത് 745 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാഞ്ചീപുരം സാരികളൊക്കെ ഉണ്ട് കേട്ടോ. അതും നമുക്ക് നല്ല കുഴപ്പമില്ല, നല്ല ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി സാരികളാണ്. പിന്നെ ഇവിടെ സെറ്റും ഉണ്ട്. കേരള സാരികളുടെ വേറെ സെക്ഷൻ തന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഉണ്ട്. ഇത് ഓണം പ്രമാണിച്ചിട്ടുള്ള പ്രത്യേക സെയിൽസാണ് കേട്ടോ. അതായത് പ്രത്യേകം ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ വന്നത് ധാവണി എടുക്കാനാണെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യം അറിയാമല്ലോ. അപ്പോൾ നമ്മളെല്ലാ സെക്ഷനും ചുമ്മാ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടാ. ഗൗണുകളും പാർട്ടി വെയർ ഡ്രസ്സുകളും കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ട് ഒരുപാട് ഡിസൈൻസിലുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം റേറ്റ് ഉള്ളതും റേറ്റ് കുറഞ്ഞതൊക്കെ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. പിന്നെ അതേ ഇമ്പോർട്ടായിട്ടുള്ള മെറ്റീരിയൽസ് അതും ഒരുപാടുണ്ട്. അപ്പം ഞങ്ങൾ അവസാനം ട്രഡീഷണൽ ധാവണി സെറ്റിൻ്റെ സെക്ഷനിലേക്ക് എത്തി. അപ്പം ഞാനിത് ധാവണിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ കേട്ടോ. ധാവണി സെമി സ്റ്റിച്ചഡായിട്ടുള്ളതും അല്ലാത്ത ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പം ഇത് സ്കേർട്ട് സെമി സ്റ്റിച്ചഡാണ് കേട്ടോ. അപ്പോൾ ധാവണി 1000 റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാം ഒന്ന് എടുത്ത് നോക്കി, എല്ലാം കൊള്ളാം, നല്ല അടിപൊളിയാണ്. പിന്നെ നമുക്ക് സെമി സ്റ്റിച്ചഡ് ആയതുകൊണ്ട് തന്നെ സ്കേർട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ ബ്ലൗസ് തയ്ക്കണം. അപ്പോൾ അങ്ങനെ ധാവണി സെറ്റൊക്കെ സെലക്ട് ചെയ്തു കിട്ടാം. സാരി പെട്ടെന്ന് ഉടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ധാവണി സെലക്ട് ചെയ്തത്, ധാവണി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉടുക്കാമല്ലോ. അപ്പോൾ അതിവിടെ ആർപ്പോ ഇറോ ഓണം വരവേൽക്കാനുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ബില്ലിങ് സെക്ഷനാണ് കേട്ടത്. അപ്പോൾ ഞങ്ങളത് ബില്ലൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. ഇവിടെ ഇതാ കിഡ്സിൻ്റെ അതുപോലെ തന്നെ ജെൻസിൻ്റെ സെക്ഷൻസാണ് കേട്ടോ. ഷർട്ടുകളും പിന്നെ അതുപോലെ മുണ്ട് അങ്ങനെയുള്ള, പിന്നെ ടീഷർട്ടുകൾ, കുട്ടികളുടെ ടീഷർട്ടൊക്കെ നല്ല റേറ്റ് കുറവിനുണ്ട് കേട്ടോ നമുക്ക് ഡെയിലി വെയറിന്. പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഡ്രസ്സുകൾ. പിന്നെ നമ്മൾ ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ട് ഷർട്ട് ചുമ്മാ റേറ്റൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റേഞ്ചിലുള്ളതുണ്ടാവും കേട്ടോ. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഒരു നല്ല അത്യാവശ്യം റേറ്റ് ഉള്ളതുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ആ ഒരു ടൈപ്പുള്ളത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരും ബഡ്ജറ്റിന് പറ്റിയ അത്യാവശ്യം എല്ലാ റേറ്റുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറെ നമുക്ക് സ്വെറ്റർ അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങൾ, അങ്ങനെ ഞങ്ങളെല്ലാം ഒന്ന് ഓടിച്ച് നോക്കിയതാണ് കേട്ടോ. പിന്നെ അതേ വാച്ച്, ബാഗ്, കണ്ണടകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കുടക്കീഴിലെല്ലാം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സംഭവങ്ങളും ഇവിടെ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പം ഞങ്ങൾ ബാഗുകളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി. ഒരു അടിപൊളി ബാഗ് ഇഷ്ടപ്പെട്ടു, പക്ഷെ വാങ്ങിയില്ല, കാരണം അത്യാവശ്യത്തിന് ബാഗ് വീട്ടിലുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ട. ഇതാണ് എൻട്രൻസ് സെക്ഷനിൽ വന്ന് കുറച്ച് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പോത്തീസിൽ വന്ന് നോക്കാം കേട്ടോ. കുറേ വെറൈറ്റി സെലക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെന്താ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടു. അങ്ങനെ നേരെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. പോത്തീസിൻ്റെ തൊട്ടടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അവിടെ നിന്ന് ഞങ്ങൾ പൊറോട്ടയും ബീഫാണ് കഴിച്ചത്.